Meet the editors. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ല എന്ന CPM പ്രതിരോധം പൊളിയുകയാണ്. കേസിൽ അറസ്റ്റിലായ 6 പേരിൽ 4 പേർ ഡിവൈഎഫ്ഐ ചുമതലകൾ ഉൾപ്പെടെ വഹിക്കുന്നവരാണ്. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സന്നദ്ധ പ്രവർത്തകനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മരിച്ച ഷെറിലിന്റെ വീട് പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിക്കുകയും ചെയ്തു. അറസ്റ്റിലായവരിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് സമ്മതിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, ഒരു ക്രിമിനലായിരിക്കും എന്ന് വിചാരിക്കുക, ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെന്ന് വിചാരിക്കുക. ആ വീട്ടിലുള്ള വീട്ടുകാരില്ലേ, അവിടെ മരിച്ചവർക്ക് പുറമേയുള്ള അവരുടെ മറ്റു ആളുകളില്ലേ, നിങ്ങളെ തൊട്ടടുത്താണെന്ന് വിചാരിക്കുക, നിങ്ങളവിടെ പോവില്ലേ? സാധാരണ നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അതൊക്കെ. ഞാൻ ഇന്ന് രാവിലെ തന്നെ അന്വേഷിച്ചു എന്താ പ്രശ്നം. ഇവര് ചെതറിക്കിടക്കുന്ന സന്ദർഭത്തിൽ നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോ അതിന്റെ മുൻപന്തിയിൽ നിന്ന് അവർ ആശുപത്രിയിൽ നീക്കാനും ചികിത്സ നൽകാനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. ഇപ്പോ ഇതിന്റെ എല്ലാ ഭാഗവും അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. പാനൂരെ സ്ഫോടനം നടന്ന ഘട്ടത്തിൽ തന്നെ വളരെ കൃത്യമായും ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ആ സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംഘടനക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾക്കൊരു പങ്കുമില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്ന വാർത്തകളിൽ ഡിവൈഎഫ്ഐയുടെ ചില പ്രാദേശിക പ്രവർത്തകരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ആ പേര് പരാമർശിക്കപ്പെട്ട ആളുകൾ ആ സംഭവം നടന്ന സമയത്ത് അവിടെ എത്തപ്പെട്ട ആളുകളാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലങ്ങനെ സംഭവം നടന്നാൽ ആളുകൾ ഓടിക്കൂടും. ബോംബ് ഉണ്ടാക്കിയത് CPM, ആശുപത്രിയിൽ കൊണ്ടുപോയത് CPM-കാർ, മരിച്ചവരുടെ ശവസംസ്കാരത്തിൽ പോയത് CPM നേതാക്കൾ. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നത്? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്കൊരു ബന്ധമില്ല. അപ്പോൾ ഇത് UDF-കാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബാണോ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ അറിയാനുള്ളൂ. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. പേടിച്ചാണ് മുഖ്യമന്ത്രി കസേരയിലിരുന്നത്. നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. പാനൂരിൽ പാളിയോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, നോക്കൂ, ഈ വെള്ളിയാഴ്ചയാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ ഈ ഇത്തരത്തിൽ പാനൂരോ അല്ലെങ്കിൽ കൂത്തുപറമ്പിലോ കണ്ണൂരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനമുണ്ടായി, ഒരാളുടെ കൈപ്പത്തി അറ്റുപോയി, അല്ലെങ്കിൽ കാലറ്റുപോയി, അല്ലെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് പറയുന്നൊരു സംഭവം വലിയൊരു വാർത്തയല്ല കേരളത്തിൽ. നമ്മളിപ്പോൾ അതൊരു ന്യൂ നോർമൽ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളൊരു തീർപ്പിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം വാർത്തകളോട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നോക്കൂ, നമ്മളിരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ച ആയിരിക്കുന്നു. 4ാമത്തെ ദിവസവും നമ്മളിത് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരുന്നു. ഒറ്റ കാരണം കൊണ്ടാണല്ലോ, അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഈ കാര്യം വലിയ തോതിൽ UDF ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പം വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഈ കോൺഗ്രസിൻ്റെ CAയുമായി ബന്ധപ്പെട്ട നിലപാടിനോടൊരു ആശങ്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ധാരാളമായിട്ട് ആളുകൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ള പ്രശ്നം ആ സമുദായത്തെ അലട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ചില ആശങ്കകൾ രൂപപ്പെട്ട് വന്നിരിക്കുന്നത് ഒരു അനുകൂലമായ സാഹചര്യം ഇടതുപക്ഷത്തിനുണ്ടാക്കുന്നതിനെ മറികടക്കാൻ ഈ വിവാദം വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു പ്രതിസന്ധി തന്നെയാണ് അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണെന്ന്, പ്രത്യേകിച്ച് CPM അവിടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് എന്നുള്ള ഒരു പ്രചാരണം ശക്തമായിരിക്കുന്ന ഘട്ടത്തിൽ അങ്ങേയറ്റം CPMനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പാനൂര് തന്നെ ഇതിനു മുമ്പ്, ഈ 2 ആഴ്ച മുമ്പ് അവിടെ ഒരു RSS പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നും വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ പല പ്രദേശങ്ങളിലായിട്ട് ഈ അടുത്ത മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ എടുത്തു നോക്കിയാൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തിൽ മരിച്ച 2 കോൺഗ്രസ്സുകാരുണ്ട് അവിടെ, ക്ഷമിക്കണം, 2 RSS പ്രവർത്തകരുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഈ പറയുന്ന ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൈ അറ്റുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ മൊകേരിയിലൊക്കെ അവർ ബോംബുണ്ടാക്കിയപ്പം കൈ അറ്റുപോയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം കൂത്തുപറമ്പ്, പാനൂർ, നാദാപുരം മേഖലയിലൊക്കെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. ആ ശക്തി
ഒക്കെ നമ്മളിപ്പോൾ കളിയാക്കി പറയുന്ന പോലെ ഒരു കുടിൽ വ്യവസായം പോലെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പൊളിറ്റിക്കൽ മർഡർ എന്ന് പറയുന്നത് സത്യത്തിൽ കേരളത്തിൽ ഇല്ല. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങേയറ്റം വിരളമായിരിക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിച്ചാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ബോധ്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2019 ഫെബ്രുവരി 17 കാസർഗോഡ് ഈ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. അത് 2 മാസം ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ CPM അത് വലിയ തിരിച്ചടിയായി മാറുകയുണ്ടായി. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ആ ഒരു മനസ്സിലാക്കലിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന താഴേക്കിടയിലുള്ള നിയന്ത്രണങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പാനൂരിൽ നടന്നിരിക്കുന്ന സംഭവം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് CPM വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അത് വലിയൊരു ആയുധമായി UDF ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു സംഘം ബോംബുണ്ടാക്കാൻ തീരുമാനിക്കുന്നു, അവിടത്തേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്നു, അവർക്കത് ചെയ്യാൻ കഴിയുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. 2, ഈ ബോംബ് ഉണ്ടാക്കുമ്പോൾ അവർ എന്താണ് ലക്ഷ്യം വെച്ചത് എന്നുള്ളൊരു പ്രശ്നവും കൂടി നമ്മൾ ചർച്ച ചെയ്യണമല്ലോ, കേരളം ചർച്ച ചെയ്യണമല്ലോ. കാരണം വെച്ചാൽ ബോംബ് നമ്മൾ ഈ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള വസ്തുവല്ല. അതിൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് കൊലപാതകമാണ്, ആക്രമണമാണ്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ അറിയേണ്ടതാണ്. ഈ ഇൻ്റലിജൻസ് ഫെയിലിയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഈ പറയുന്ന രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ അത് വൻതോതിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നന്നായി പ്രതിരോധിക്കാൻ CPM കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്കൊരു അഭിപ്രായമുള്ളത്. കാരണം ആ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ വലിയ ശക്തമായി വടക്കൻ മേഖലയിൽ വലിയ സ്വാധീനമുണ്ടാക്കാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതിരോധം പാളി എന്നെൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമായി വടക്കൻ മേഖലയിൽ ഒരു എന്താ പറയുക അക്രമ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നില്ല. അതിനകത്ത് RSS വലിയ റോൾ വഹിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗിന് റോളുണ്ട്, കോൺഗ്രസിന് റോളുണ്ട്, CPM റോളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലമായത് മാറിയിരിക്കുന്നുണ്ട്. ഇത്തരം വാർത്തകളോടൊക്കെ പൊരുത്തപ്പെടുന്ന ഒരു രീതിയും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ് ആണിത്. ഇത് CPM-മായി കണക്ട് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ചർച്ച നടക്കുന്നത്. RSS-കാരോ വല്ല കോൺഗ്രസ്സുകാരോ ഒക്കെ ആണെങ്കിൽ എല്ലാവരും നമ്മളടക്കം ചത്തതുപോലെ കിടന്നേനെ. പക്ഷേ ഇത് CPM-കാരനായതുകൊണ്ട് അതിനെ CPM-മായി എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള ഒരു പരീക്ഷണ ശ്രമത്തിലാണ് നമ്മളെല്ലാവരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കണ്ണൂരിൽ ജീവിച്ചു വളർന്ന ആളാണ്. കണ്ണൂരിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ തന്നെയും വിവിധ കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായും എന്നുള്ളതല്ല, രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് ഉത്തരവാദികളാണ്, അതിൻ്റെ പങ്കാളികളുമാണ്. ഇപ്പോൾ 1960 മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്നതെല്ലാം തന്നെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അപ്രമാദിത്വം ഉണ്ടാവും. ഇപ്പോൾ 60-ലും 70-ലും ഒക്കെ തന്നെയും വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്നു. അവിടെ വലിയ ജന്മിത്വവും ഭൂപ്രഭുത്വവും ഒക്കെ എങ്ങനെയാണോ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്നത്, അത് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചെയ്തിട്ടുണ്ട്. പിന്നീട് 80-70കളുടെ അവസാനമാകുമ്പോഴേക്കും CPM-ന് സ്വാധീനം വന്നു. CPM സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രധാനപ്പെട്ട ശക്തിയായി. പിന്നീട് ഇങ്ങോട്ട് 80കളുടെയൊക്കെ ഒരു ഒടുവിലാകുമ്പോഴേക്കും കോൺഗ്രസിന് അടിച്ചു നിൽക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായി. ഇതിനിടയിൽ RSS വലിയ ശക്തിയായിട്ട് വന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയും പല ഘട്ടങ്ങളിലും സംഘർഷങ്ങളുണ്ടായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലെ ചർച്ചയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് DCC പ്രസിഡൻ്റായിരുന്നു 1990-കളിൽ. DCC പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഈ സാവോയിലെ നാണുവിനെ ബോംബെറിഞ്ഞു കൊന്ന കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? അതിനകത്തുള്ള അദ്ദേഹം കൺസീഡ് ചെയ്യുന്നത് റിറ്റാലിയേഷനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാവോയ് ഹോട്ടലിൽ ഉച്ചഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് ബോംബെറിഞ്ഞ് അവിടെ ഉച്ചഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന നാണുവിനെ കൊന്ന കേസാണത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂരിലെ പലയിടങ്ങളിലായിട്ട് നിരവധി തവണ ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിലുള്ള ബോംബ് കെട്ടുന്നതിനിടയിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താ വിഷയം? CPM-കാരായ ആളുകളെ ആക്രമിച്ച CPM പ്രവർത്തകരുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന മരിച്ച ഷെറിൽ അല്ലെങ്കിൽ പരിക്കേറ്റ 3 പേര്. ഇവർക്കൊന്നും തന്നെയും DYFIയുടെ അഫിലിയേഷൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അലിഗേഷനും ഇല്ല. അതേസമയം തന്നെ പിന്നീട് പോലീസ് പ്രതി ചേർത്തവരിലാണ് DYFIയുടെ അഫിലിയേഷൻ ഉള്ളത്. ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ പങ്കാളികളാണ് ഈ തരത്തിൽ ഈ ബോംബ് നിർമ്മാണത്തിലുള്ളത് എങ്കിൽ അത് കണ്ടെത്തണം, പിടിക്കപ്പെടണം, അല്ലെങ്കിൽ അത് ബോംബ് നിർമ്മിക്കുന്ന പ്രക്രിയ ഇനി അവസാനിക്കണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ കാണാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ബോംബ് നിർമ്മാണം എന്നൊക്കെ പറയുന്നത് ആ പാർട്ടിയുടെ തന്നെ വളരെ സംരക്ഷണയിൽ മാത്രം നടക്കുന്ന, അല്ലാതെ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച പാർട്ടിയുടെ ആ, ആ, ആളുകളെ ആക്രമിച്ച കേസിലെ പ്രതികളൊന്നും തന്നെയും ആ പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതായി കാണാറില്ല. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പം ഇലക്ഷൻ ആയതുകൊണ്ടാണല്ലോ നേരത്തെ ശ്രീ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് വലിയ നിലയിൽ ചർച്ചയായിട്ടുള്ളത്. ആ നിലയിൽ ചർച്ചയാവട്ടെ, ആളുകൾ പരസ്പരം വിലയിരുത്തട്ടെ, ഇക്കാര്യത്തിൽ ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. അതിനകത്ത് ആരാണ് ഇപ്പോഴും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് പോലെ വരട്ടെ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 7-7.5 വർഷക്കാലമായി CPM ഭരണത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ CPM സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഒരു പക്ഷത്ത്, എപ്പോഴും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു പക്ഷത്ത് CPM ഉണ്ടെന്നുള്ളതാണ്. ഈ 7 വർഷക്കാലം CPM പക്ഷേ അതിൽ നിന്ന് പിൻവാങ്ങുകയും പലപ്പോഴും ഏകപക്ഷീയമായ ആക്രമണത്തിന് വിധേയമാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച നല്ലതാണ്, ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് CPM-നെ സംബന്ധിച്ചു. ശരി, ഡോക്ടർ അരുൺ. കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഇരുന്ന് കണ്ണൂരിലെ രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട്. അപ്പോൾ MV നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലെ എല്ലാ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് നിർമ്മിക്കും. കാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, എവിടെയെങ്കിലും ഒരു അക്രമം ഉണ്ടായാൽ അവിടെ ആദ്യം ആ ആക്രമിച്ചയാളുടെ വീടിൻ്റെ പരിസരത്ത് പോയി ഒരു ബോംബ് എറിയും. അതൊരു റിട്ടാലിയേഷൻ മെഷർ എന്ന രീതിയിൽ ആദ്യം ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കും. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവരെ കൊല്ലണം എന്നൊന്നും ആയിരിക്കില്ല, ഒരു ഭീതിതമായൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കും. പലപ്പോഴും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇത് പലപ്പോഴും പാർട്ടി ഗ്രാമങ്ങളിലെ വളരെ രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഒഴിഞ്ഞുകിടന്ന സ്ഥലങ്ങൾ പോലെ പലപ്പോഴും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരവരുടെ കൊട്ടേഷൻ പ്രവർത്തനത്തിന് വേണ്ടി, ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് വെട്ടിച്ചുകൊണ്ട് പോകുന്ന സംഘത്തിൽപ്പെട്ടവർ ഈ ബോംബുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കൊട്ടേഷൻ സംഘത്തിലെ പണി ഏറ്റെടുത്ത് പാർട്ടിക്ക് പുറത്ത് കൊലപാതകങ്ങൾ നടത്തുന്ന ആൾക്കാർ ഇതേ ബോംബ് നിർമ്മാണം അവർ നടത്തുകയും അവരത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതിൽപ്പെട്ടതാണ് എന്നുള്ളത് ഇനി കണ്ടെത്തട്ടെ. 2011 നെരിക്കാട്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇതേ പറയുന്ന നാദാപുരത്ത് തന്നെ ആ ഭാഗത്ത് ഇതേപോലെ ബോംബ് പൊട്ടിത്തെറിച്ച് 5 മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മരിച്ചിരുന്നു. 7 പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു. അന്ന് നമ്മൾ വളരെ ചർച്ച ചെയ്ത വിഷയമാണ്. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPM പ്രവർത്തകർ ലീഗ് വീടുകൾ ആക്രമിക്കുന്നു, തിരിച്ച് ലീഗ് പ്രവർത്തകർ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ബോംബ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒരു റിട്ടാലിയേഷൻ എന്ന രീതിയിൽ തദ്ദേശീയമായി തന്നെ ഇവർ നാടൻ ബോംബ് ഡെവലപ്പ് ചെയ്യും. അത് എല്ലാ പാർട്ടിക്കാരും ഡെവലപ്പ് ചെയ്യും. BJP ചെയ്യും, ലീഗ് ചെയ്യും, കോൺഗ്രസ് ചെയ്യും, CPM ചെയ്യും, തെരഞ്ഞെടുപ്പ് കാലത്തും ചെയ്യും. കാര്യം ഇത് ആരെങ്കിലും അങ്ങോട്ട് പോയി ആക്രമിക്കുക എന്നുള്ളതല്ല, ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഒരു പ്രീഎംപ്റ്റീവ് ഡിഫൻസ് എന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് കണ്ണൂരിൽ സാധ്യമാവുന്നത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് 1-2 പഠനങ്ങളുണ്ട്. ഇപ്പോൾ കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ തന്നെ കണ്ണൂർ വയലൻസിനെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അവിടെ ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന ഹൈലി സെക്ലൂഡഡ് സ്പേസുകളുണ്ട്. ആ സ്പേസുകളിൽ ഇവരുടെ ഉള്ളിൽ നിർമ്മിക്കുന്നത് എന്താണ് എന്നുള്ളത് പുറത്തറിയത്തില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പടക്കം നിർമ്മിച്ചാലും ഒരു ഒരു പത്തിരി ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാരറിയും. പക്ഷേ ഈ പ്രദേശത്ത് അങ്ങനെയല്ല. ഇത് അവിടെ വളരെ സെക്ലൂഡഡ് ആയിരിക്കുന്ന സ്പേസുകൾ, ഈ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇത്തരം ബോംബുകൾ നിർമ്മിക്കുകയും അത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് പൊട്ടാത്തത് കൊണ്ട് നമ്മൾ അറിയാത്തതാണ്. കാരണം അവിടെ ഒരു അക്രമം ഉണ്ടായാൽ ഡെഫിനറ്റ്ലി 24 മണിക്കൂറിനുള്ളിൽ ഒരു നാടൻ ബോംബ് അവിടെ പൊട്ടും. അപ്പോൾ അതെങ്ങനെയാണ് പൊട്ടുക? അവരുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ സ്റ്റോക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് മാറ്റുന്ന സമയത്തോ ഇല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന സമയത്തോ ഒക്കെയാണ് പലപ്പോഴും ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. എല്ലാ പാർട്ടികളും അതിൽ പ്രതികളായി ചേർക്കപ്പെടാറുണ്ട്. നിലവിലിപ്പോൾ DYFIയിലെ സജീവ പ്രവർത്തകരും ഇതിൽ പ്രതികളാണ് എന്നറിയുന്നു. അതിൽ ഇനി വരാനുള്ള ദിവസങ്ങളിൽ അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. പക്ഷേ വടകര മണ്ഡലത്തിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന കാര്യത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കും ഒരു ആശങ്കയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് തന്നെ TPയുമായി ബന്ധപ്പെട്ട കേസ് മുന്നിൽ വെച്ചുകൊണ്ടാണ്. പത്മിനി ടീച്ചറിനെ മുൻപിൽ വെച്ചാണ് ഇതാണ് ടീച്ചറമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. വളരെ പെട്ടെന്ന് കോൺഗ്രസ് ഡിഫൻസിലേക്ക് പോകുന്നു. പ്രകടന പത്രികയോടുകൂടി ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് 2019 ഒരു പക്ഷേ ഏകീകരിക്കപ്പെട്ടതുപോലെ ഏകീകരിക്കപ്പെടില്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു ആയുധം കിട്ടുകയും വടകര ഭാഗത്ത് ഒരു വലിയ ചർച്ചാ വിഷയമായി തീരുന്നത്. പക്ഷേ വടകരയ്ക്കപ്പുറം എത്രമാത്രം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കൗതുകകരമായ നിരീക്ഷണമുള്ളത്, ഇതൊക്കെ ഒരു കുടിൽ വ്യവസായം പോലെ എല്ലാവർക്കും അറിയാവുന്നൊരു പണിയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് തെങ്കാശി പോയി നമ്മൾ പടക്കമൊക്കെ നിർമ്മിക്കുന്നു? അതിനുള്ളൊരു പടക്ക നിർമ്മാണശാലയൊക്കെ കണ്ണൂർ തുടങ്ങിയ ലാഭകരമായി കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് വേണ്ടിയിട്ട് വെടിക്കെട്ട് നിർമ്മാണത്തിന് ഈ വെടിമരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നാട്ടിലേക്ക് ഒരു വരുമാനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനി അത് മുന്നോട്ട് പോകില്ല അധിക കാലമൊന്നും. ഇതൊരു കൂടിപ്പോയാൽ ഒരു 4-5 വർഷം കൂടെയൊക്കെ മുന്നോട്ട് പോകും. കാര്യം പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ആശയം തന്നെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്.
പാർട്ടി ഗ്രാമങ്ങളും ആ സെക്ലൂഡഡ് സ്പേസുകളും അസ്തമിക്കുന്നതോടുകൂടി ഇത്തരം നിർമ്മാണം നടത്താനുള്ള ഇടങ്ങളും ഇല്ലാതാകും. കാരണം ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. അത്രയും വലിയ ടെറയിലൊന്നും ഒന്നും നിർമ്മിക്കാൻ സാധ്യമല്ല. ഫ്ലാറ്റ് വെച്ച് ബോംബ് ഉണ്ടാക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കണ്ണൂരിൽ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചർച്ച വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതേ രീതിയിൽ കാസർഗോട്ടോ മറ്റിടങ്ങളിലോ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, പാനൂരിൽ പാളിയോ എന്ന വിഷയത്തിൽ പാളിയിട്ടുണ്ട്. പാളി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നേരത്തെ എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ ഇത് ചർച്ച ചെയ്യുമെന്നുള്ള സംശയമുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെയാണ്. CPM ആയതുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ല, CPM ഇപ്പോൾ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ടും CPM അതിനെ ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകൾ, പിടിയിലായപ്പെട്ട ആളുകൾ മുഴുവൻ തന്നെയും ഒന്നുകിൽ CPM-മായി അനുഭാവികളാണ്, ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. അപ്പോൾ ആ രൂപത്തിലായതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ മാറി മാറി വരുന്നത്. അത് പ്രതിരോധം പാടുന്നു എന്നുള്ള രൂപത്തിലേക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നവർക്ക് പറയാം. പിടിയിലായവർ മുൻപ് സഖാക്കളെ മർദ്ദിച്ചവരാണെന്നും ഇവരെ ഒഴിവാക്കിയതാണ്, പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്നുമാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വം വഹിക്കുന്നവരുണ്ട് ഇതിലെന്നുള്ള കാര്യം ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നു. അതിനുശേഷം MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചത് ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ഈ പറഞ്ഞ ഡിവൈഎഫ്ഐ ആയിട്ടുള്ള കക്ഷി അമലിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അവിടെ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ അവിടെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി പെട്ടെന്ന് വന്നതാണ്. സന്നദ്ധ പ്രവർത്തനത്തിന് അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ പ്രയോഗങ്ങളൊക്കെ പിന്നീട് തിരിച്ച് അവർക്കെതിരെ തന്നെയുള്ള അത് സ്വയം ട്രോളുക എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ ആ വാക്ക് എടുത്തിനി ഉള്ള വിമർശനങ്ങളാണ് വരുന്നത്. നേരത്തെ നവകേരള യാത്രയിൽ നടന്ന രക്ഷാപ്രവർത്തനം എന്നുള്ള പ്രയോഗം ഏത് രൂപത്തിൽ തിരിച്ചടിച്ചോ അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തനം എന്ന പ്രയോഗം വരുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവർക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടായി തള്ളിക്കളയും. അപ്പോൾ സനോജ് ആ രൂപത്തിലാണ് പ്രതികരിച്ചത്, ബന്ധമുണ്ട് എന്നറിയുകയാണെങ്കിൽ തള്ളിക്കളയും. പക്ഷെ അങ്ങനെയല്ല MV ഗോവിന്ദൻ പ്രതികരിച്ചു. അപ്പോൾ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ നേതാക്കളിൽ നിന്ന് വരുന്നത് ഈ ഘട്ടത്തിലായതുകൊണ്ട്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ വിമർശിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പാനൂരിൽ പ്രതിരോധം പാളി എന്ന അഭിപ്രായം എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അല്ലേ? പ്രതിരോധം പാളി എന്ന ചർച്ചയിൽ പ്രതിരോധം പാളി എന്ന് 3 പേർ അഭിപ്രായപ്പെടുമ്പോൾ MV നികേഷ് കുമാർ ഇല്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത്. Meet the editors.